മഗധ എന്ന ശക്തമായ രാജ്യത്ത് സുപ്രിയ രാജ്ഞിക്ക് എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഒരു വൈകുന്നേരം അവൾക്ക് പുതിയ എന്തെങ്കിലും വേണമെന്ന് തോന്നി. ക്രിസ്പി, എരിവ് എന്നിവ കൂടിച്ചേർന്ന മറക്കാനാവാത്ത ഒന്ന്. വളരെ കാലം മുമ്പ് മഗധ എന്ന മഹത്തായ രാജ്യത്ത് ജ്ഞാനിയും ശക്തനുമായൊരു രാജാവ് ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്ഞി റാണി സുപ്രിയ സൗന്ദര്യത്തിന് മാത്രമല്ല ഭക്ഷണത്തോടുള്ള സ്നേഹത്തിനും പേരുകേട്ടവളായിരുന്നു. അവൾ പുതിയ രുചികൾ പരീക്ഷിച്ചു നോക്കാൻ ഇഷ്ടപ്പെട്ടു. എപ്പോഴും വ്യത്യസ്തമായതും ആവേശകരവുമായ എന്തെങ്കിലും കഴിക്കാൻ അവൾ ആഗ്രഹിച്ചു. ഒരു വൈകുന്നേരം കൊട്ടാരത്തിലെ ഒരു നീണ്ട ദിവസത്തിനു ശേഷം റാണി സുപ്രിയയ്ക്ക് പെട്ടെന്ന് വിശപ്പ് തോന്നി. എന്നാൽ വിഭവസമൃദ്ധമായ കറികളും കട്ടിയുള്ള അപ്പങ്ങളും അടങ്ങിയ പതിവ് രാജകീയ ഭക്ഷണം അവൾ ആഗ്രഹിച്ചില്ല. അവൾ മുമ്പൊരിക്കലും രുചിച്ചിട്ടില്ലാത്ത ലഘുവായ എന്നാൽ ക്രിസ്പിയും എരിവുള്ളതുമായ എന്തെങ്കിലും ആഗ്രഹിച്ചു. കൊട്ടാരത്തിലെ പ്രധാന പാചകക്കാരനായ ഭീംറാവു ലളിതമായ ചേരുവകളെ മാസ്റ്റർ പീസുകളാക്കി മാറ്റുന്നതിനുള്ള കഴിവിന് പേര് കേട്ടൊരു ചെറുപ്പക്കാരനായിരുന്നു. സർഗാത്മകനായ ആ പാചകക്കാരനെ അവൾ വിളിച്ചു. ഭീംറാവു, എനിക്ക് ചെറുതും ക്രിസ്പിയും രുചി നിറഞ്ഞതുമായൊരു ലഘുഭക്ഷണം വേണം, അവൾ ആജ്ഞാപിച്ചു. ഇത് പുതിയതും ആവേശകരവുമായ ഒന്നായിരിക്കണം. ഭീംറാവു അമ്പരന്നു. മുമ്പൊരിക്കലും അത്തരമൊരു അഭ്യർത്ഥന അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അദ്ദേഹം രാജകീയ അടുക്കളയിലേക്ക് ഓടിച്ചെന്ന് ചുറ്റും നോക്കി. കുറച്ച് ഗോതമ്പ് മാവ്, ഉടച്ച ഉരുളക്കിഴങ്ങ്, പുളി, കുറച്ച് സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവ കണ്ടെത്തി. അപ്പോഴാണ് അദ്ദേഹത്തിനൊരു ആശയം തോന്നിയത്. അയാൾ പെട്ടെന്ന് മൃദുവായ മാവ് കുഴച്ച് ചെറിയ വൃത്താകൃതിയിലുള്ള ഉരുളകളാക്കി പൊരിച്ചെടുത്തു. പിന്നീട് അദ്ദേഹം എരിവും പുളിയുമുള്ള ഒരു വെള്ളമുണ്ടാക്കി. അതിൽ പുതിയ ഔഷധ സസ്യങ്ങളും ഒരു നുള്ളു ഉപ്പും ചേർത്തു. ശ്രദ്ധാപൂർവം അയാൾ പഫ് ചെയ്ത ഉരുളകൾ പൊട്ടിച്ച് അവയിൽ ഉടച്ച ഉരുളക്കിഴങ്ങും കടലയും നിറച്ച് തണുത്ത രുചിയുള്ള വെള്ളം വിളമ്പി. രാജ്ഞി ആദ്യമായി കടിച്ചപ്പോൾ ക്രിസ്പി പുറംതോട് പൊട്ടി. അവളുടെ വായിൽ എരിവും ഉന്മേഷദായകവുമായ രുചികൾ പുറപ്പെടുവിപ്പിച്ചു. അവൾ സന്തോഷത്താൽ ശ്വാസം മുട്ടി. ഭീംറാവു, ഇത് ഞാൻ ഇതുവരെ രുചിച്ചിട്ടില്ലാത്തതിൽ നിന്ന് വ്യത്യസ്തമാണ്, അവൾ ആക്രോശിച്ചു. ഇതിനെ നിങ്ങൾ എന്താണ് വിളിക്കുന്നത്? ഭീംറാവു വിനയപൂർവം കുമ്പിട്ട് പറഞ്ഞു. രാജ്ഞി, ഇവ എരിവുള്ള പാനി നിറഞ്ഞ പൂരികളാണ്. നമുക്കവയെ പാനിപൂരി എന്ന് വിളിക്കാം. രാജ്ഞിക്ക് ആ പേരും വിഭവവും വളരെയധികം ഇഷ്ടപ്പെട്ടതിനാൽ എല്ലാ വൈകുന്നേരവും തന്റെ കൊട്ടാരത്തിൽ ഇത് ഉണ്ടാക്കാൻ അവൾ ഉത്തരവിട്ടു. താമസിയാതെ പാനിപൂരിയുടെ പ്രശസ്തി കൊട്ടാരത്തിന്റെ മതിലുകൾക്കപ്പുറത്തേക്ക് വ്യാപിച്ചു. മഗധയിലെ തെരുവുകളിലും വീടുകളിലും എത്തി. സഞ്ചാരികളും വ്യാപാരികളും ഇന്ത്യയിലുടനീളം പാചകക്കുറിപ്പ് എത്തിച്ചു. കാലക്രമേണ ഓരോ പ്രദേശവും അതിൻ്റെതായൊരു വഴിത്തിരിവ് നൽകി. ചിലർ അതിനെ ഗോൾഗപ്പ എന്നും മറ്റു ചിലർ ഫുച്ക എന്നും വിളിച്ചു. പക്ഷേ ആ ആദ്യത്തെ ക്രിസ്പി എരിവുള്ള കടിയുടെ സന്തോഷം അതേപടി തുടർന്നു. അങ്ങനെ ഒരു രാജ്ഞിയുടെ ലളിതമായ ആസക്തിയിൽ തുടങ്ങിയത് ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട തെരുവു ഭക്ഷണങ്ങളിൽ ഒന്നായി മാറി. വരും തലമുറകളിലേക്ക് എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്ക് പുഞ്ചിരി സമ്മാനിച്ചു. നിങ്ങളുടെ പ്രിയപ്പെട്ട തെരുവു ഭക്ഷണം എങ്ങനെ പിറന്നുവെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കൂടുതൽ ആകർഷകമായ ഭക്ഷണ ഇതിഹാസങ്ങൾക്കായി ഭാരത് കഥ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം രുചികരമായ കഥകൾ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകാതിരിക്കാൻ ബെൽ ഐക്കൺ കൂടി ഓൺ ആക്കുക.